നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അറിഞ്ഞപ്പോഴേക്കും എല്ലാം വൈകിപ്പോയി. അവർ മംഗലശ്ശേരി ഗ്രൂപ്പിന് 300 കോടിയുടെ പ്രോജക്റ്റ് കൊടുത്തത് തന്നെ ആഗ്നേയ ഗ്രൂപ്പിന് ഷെയർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ നമ്മളെ വിശ്വസിച്ച്. ഇനി നിന്നോട് ഞാനൊരു കാര്യം പറയാം. സ്വാതി വഴി സഞ്ജുവിന് കിട്ടിയ നേട്ടമല്ല ഇത് ലച്ചു കൊണ്ടുവന്ന ഭാഗ്യം. എനിക്ക് മനസ്സിലായില്ല. സഞ്ജുവിന്റെ ഭാര്യ ലച്ചുവ രണ്ടാം കെട്ടുകാരി ഒരു പ്രഹസനം മാത്രം. ലച്ചു മംഗലശ്ശേരിയിലുള്ള കാലത്തോളം അവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും ഒരു ഫലവും കാണില്ലെന്ന് അനുഭവം കൊണ്ട് ഞാൻ പറയുക. അവൾക്ക് എന്താ മാനുഷിക ശക്തിയാ ഉള്ളത്? വെറും ഒരു പെണ്ണ്, ജീവിക്കാൻ അറിയാത്തവള്. നീ ലച്ചുവിനെ പുച്ഛിച്ച് തള്ളരുത്. ലച്ചുവിനെ പറ്റി ആ നാട്ടുകാർ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. അവൾ എവിടെയുണ്ടോ അവിടെ ഭാഗ്യം ഉണ്ടാവുമെന്ന്. അതിന് പെരുവണ്ണാപുരത്തുകാർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അവളെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കി വിടാനാ ഒരു ജോലി ഞാൻ അവൾക്ക് ഏർപ്പാടാക്കി കൊടുത്തത്. അവൾ പോണെന്ന് മനസ്സ് കാണിച്ചതാ. ഭാഗ്യം അവിടെയും മംഗലശ്ശേരിക്കാർക്ക് തുണയായി നിന്നു. വീണ്ടും അവൾ സർവ്വ ഐശ്വര്യങ്ങളുമായി മംഗലശ്ശേരിയിലെത്തി. അവൾ സഞ്ജു താലി കെട്ടിയ പെണ്ണാണെന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ കവിതയ്ക്കും കഴിഞ്ഞില്ല. മംഗലശ്ശേരിയിൽ വേഷം കെട്ടി നിൽക്കുന്ന ബഫൂണായി കവിത മാറി. തെളിവില്ലാതെ സഞ്ജുവിന്റെ ആദ്യ ഭാര്യയാണ് ലച്ചു എന്ന് പറഞ്ഞ ഇനി വില പോകില്ല. അത്രത്തോളം കവിത അതിനെ തരം താഴ്ത്തി കളഞ്ഞു. അവൾക്ക് സഞ്ജുവിനെ വിട്ടു പോവാൻ കഴിയില്ല. അതാ സത്യം. അവള് പോവില്ല മമ്മി. മമ്മി ഒരു പെണ്ണിന്റെ മുന്നേ മുട്ടുമടക്കുന്ന കാണുമ്പോ സഹതാപ തോന്നുന്നേ. അവളെ ഒഴിവാക്കിയ സഞ്ജു തകർന്നു പോവെങ്കിൽ എന്തിനു മടിക്കണം? അവളെ എന്നേക്കുമായി ഒഴിവാക്കി വിടണം. നമ്മുടെ ഈ സംസാരം മുത്തശ്ശി അറിയണ്ട. ലച്ചു എന്ന് പറഞ്ഞ 100 നാവാ. ഒരവസരം ഞാൻ ലച്ചുവിന് വെച്ച് നീട്ടി. അവനെ കണ്ടപ്പോ എല്ലാം ഉപേക്ഷിച്ച് അവൾ കൂടെ വന്നു. നീ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യം. സഞ്ജുവിനെ വിട്ട് അവൾ എവിടെയും പോവില്ല. നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടക്കാനും പോകുന്നില്ല. ഇനി തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ലെന്നാ എനിക്കും തോന്നുന്നു. അങ്ങനൊരു കനത്ത പ്രഹര എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് രാത്രി ലച്ചു തീർന്നു കിട്ടണം. മംഗലശ്ശേരിയുടെ വിധി ഇനി എന്താകുമെന്ന് എനിക്ക് കാണണം. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന പോലെ ലച്ചു ഭാഗ്യദേവതയാണെങ്കിൽ സഞ്ജു താലി കെട്ടിയ പെണ്ണായി ഇനി അവള് വേണ്ട. മമ്മിക്ക് കഴിയുമെങ്കിൽ ചെയ്ത് കാണിക്ക. നാളെ ലച്ചു ഈ ലോകത്തില്ല എന്ന വാർത്ത എനിക്ക് കേൾക്കണം. അപ്പൊ അറിയാം മമ്മിയുടെ വിശ്വാസ പ്രമാണം സത്യമാണോന്ന്. ഈ ഒരു പകലെങ്കിലും വരാൻ പോകുന്ന രാത്രിയുടെയും ആയുസ്സും മാത്രമേ നിനക്കുണ്ടാവൂ. കൊന്നുകളയണമെന്ന് നിന്റെ കാര്യത്തിൽ ഇതുവരെ ഞാൻ ചിന്തിക്കാത്തതാ. പക്ഷെ എനിക്കത് ചെയ്തേ തീരൂ. മംഗലശ്ശേരിയുടെ കാവൽ മാലാഖയായി നീ ഇനി വേണ്ട ലച്ചു. ഇന്ന് നിന്റെ അവസാന രാത്രിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.